നമ്മൾ ആക്ച്വലി ഒരു പ്രൊഡക്റ്റ് വാങ്ങി നമ്മളത് കൊണ്ട് യൂസ് ചെയ്യുന്നല്ലാതെ പിന്നെ അതിൽ റിഡീംസ് അല്ലെങ്കിൽ റിവാർഡ് പോയിന്റ്സ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കാറില്ല. പക്ഷെ അതുപോലെ നമുക്ക് വെയിൽസ് ബോർഡ് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് തരുന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അല്ലേ? മറ്റൊരു പ്രത്യേകത, ഏറ്റവും വലിയ പ്രത്യേകത മറ്റൊരു പ്രത്യേകത. പിന്നെ അതല്ലാതെ എന്തൊക്കെയാണ് വേറെ ഫെസിലിറ്റീസ് നമുക്ക് വെയിൽസ് ബോർഡ് തരുന്നത്? ഓഫേഴ്സ് അല്ലെങ്കിൽ റിവാർഡ്സ്, അത് കൂടാതെ എന്തെല്ലാം കാര്യങ്ങളാണ്? ഇപ്പം റീചാർജ് ചെയ്യുന്നത് പറഞ്ഞിരുന്നല്ലോ, സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ വേറെ പോയിന്റ്സും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്? ഇത് തന്നെയാണ് നമ്മൾ കസ്റ്റമേഴ്സ് വെയിൽസ് ബോർഡ് മോട്ടീവ് എന്താണെന്ന് വെച്ചാൽ ലോക്കൽ ഷോപ്പിംഗ് പ്രൊമോട്ട് ചെയ്യാം. ഓക്കെ. ഇപ്പോൾ ഓഫ്ലൈൻ റീറ്റെയിലേഴ്സ്, ചെറുകിട കച്ചവടക്കാർ ഇപ്പോൾ വളരെ വലിയ പ്രതിസന്ധി കൂടെ കടന്നു പോകുന്നത്. ഇപ്പോൾ എല്ലാവർക്കും എന്തും ഫോണിൻ്റെ ഫിംഗർ ടിപ്പിലുണ്ട്. അതെ, ഓൺലൈൻ ഷോപ്പ് ചെയ്യാം. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഓൺലൈൻ കിട്ടും. അപ്പോൾ ഈ ഓൺലൈൻ റീറ്റെയിലേഴ്സ് ഉണ്ട്, അവരുടെയും 15 to 18% ആണ് ഈ ഓൺലൈൻ അഗ്രിഗേറ്റേഴ്സ് വാങ്ങിക്കുന്നത്. അപ്പോൾ അവരുടെ പ്രോഫിറ്റ് മാർജിനും അവിടെ കുറവാണ്. സ്റ്റിൽ എന്താ, ഒരു കസ്റ്റമറുടെ സൈഡിൽ നിന്ന് അവരുടെ കൺവീനിയൻസ്, ഒരു വീട്ടിലിരുന്നിട്ട് ഓർഡർ ചെയ്യാം എത്തും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇത് സസ്റ്റെയിൻ ചെയ്ത് പോകുന്നത്. തീർച്ചയായിട്ടും ഓൺലൈൻ ഷോപ്പിംഗ് ഇപ്പോൾ ഇത് ഡയറക്റ്റ്ലി ബാധിക്കുന്നത് ആരെയാ? ഓഫ്ലൈൻ റീറ്റെയിലേഴ്സിനെ. അതെ അതെ, ശരിയാണ്. നമ്മുടെ അടുത്ത വീട്ടിലെ കടയിലെ ചേട്ടൻ ഇത്ര 20,000 30,000 രൂപ കടമുറിക്ക് റെന്റ് കൊടുത്തിട്ട് കടയിൽ തുറന്നു വെച്ചിരിക്കുക, ഒരാളും വരുന്നില്ല. ശരിയാണ്. ഇതാണ് പ്രതിസന്ധി. ഈ പ്രതിസന്ധി തരണം ചെയ്യാനാണ് ഇവരുടെ സംഘടന ഫെബ്രുവരി 13 ഷട്ടറും പൂട്ടി എല്ലാവരും പുത്തരിക്കണ്ടം മൈതാനത്ത് പോയിട്ട് വെയിലും കൊണ്ടിരുന്നത്. അത് ഈ ഹർത്താലും പ്രതിഷേധവും എല്ലാം നഷ്ടം കൂട്ടാന്നല്ലാതെ എന്തെങ്കിലും സൊല്യൂഷൻസ് ഒന്നുമില്ല. അപ്പോൾ ഇത് ഇവര് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു. ഇവര് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു. ഇവരൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കണമായിരുന്നു. എന്നുവെച്ചാൽ ഇവരുടെ സെയിൽസ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഇവരൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കണമായിരുന്നു. അല്ല, ഒരിക്കലും നമ്മളൊരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും ജനങ്ങൾ അല്ലെങ്കിൽ സമൂഹം നമുക്കതിനുവേണ്ടി ഒന്നും ചെയ്യില്ല. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണോ നമ്മുടെ ആ ഒരു സംരംഭം വളർത്തിക്കൊണ്ടുവരേണ്ടത്, അതെങ്ങനെ സമൂഹത്തിന് ബെനിഫിറ്റ് ആക്കി കൊടുക്കാം എന്നുള്ളതിൽ നമ്മൾ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഞാൻ ആ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ സാറിനെ പോലുള്ള ആൾക്കാരാണ് പ്രതിസന്ധികൾ അല്ലെങ്കിൽ പ്രതിബന്ധങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പ്രതിവിധി കണ്ടെത്താൻ ശ്രമിക്കുന്നത്. ആ ഒരു പ്രതിവിധിയെല്ലാം നമ്മൾ വെയിൽസ് ബോർഡിലേക്ക് എത്തി നിൽക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ വെയിൽസ് ബോർഡിൻ്റെ കാര്യങ്ങൾ കുറച്ചൊക്കെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് വരാം. സാർ ഒരുപാട് രാജ്യങ്ങളിൽ സാർ സേവ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ആസ് എ മറൈൻ എഞ്ചിനീയറിംഗ് ആ ഒരു ഘട്ടത്തിലേക്ക് പോയ സമയത്ത് അത് എത്ര വർഷമാണ് സാർ ആ ജോലിയിൽ ഉണ്ടായിരുന്നത്? അല്ലെങ്കിൽ ഏതൊക്കെ രാജ്യങ്ങളിലേക്ക് സാർ പോയിട്ടുണ്ട്? ആ രാജ്യങ്ങളിൽ പോയപ്പോൾ ഒരു അനുഭവം, എന്തെങ്കിലും ഈ ഒരു ഇൻസ്പിറേഷനിൽ എത്താനുള്ള അനുഭവം എന്തെങ്കിലും സാറിനുണ്ടായിട്ടുണ്ടോ? അനുഭവമല്ല, എൻ്റെ ഒബ്സർവേഷൻസ് കുറച്ചുണ്ട്. ഞാനൊരു ആസ് പാർട്ട് ഓഫ് സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് UK ഒരു 1 year ഉണ്ടായിരുന്നു. അവിടെ ഈ റീറ്റെയിൽ മേഖല, ഈ ചെറുകിട കടക്കാരെല്ലാം അപ്രത്യക്ഷമായി. അവിടെ ഈവൻ ചെറിയ നമ്മുടെ നാട്ടുപ്രദേശം പോലത്തെ സ്ഥലത്ത് വരെ വലിയ വലിയ റീറ്റെയിൽ ചെയിൻസിൻ്റെ ഹൈപ്പർ മാർക്കറ്റ്സ് ആണ്, എല്ലാം അവിടെ കിട്ടും. അപ്പോൾ ഭാവിയിൽ ഇന്ത്യയും അതുപോലെ ആയിക്കൂടാന്നില്ല, എടുത്തു കഴിഞ്ഞു. ഈവൻ US പോയാൽ തന്നെ അവർ ഇപ്പം നമ്മുടെ ടൗണിൽ കാണുന്ന വലിയ റീറ്റെയിൽ മാൾസൊക്കെ ഇല്ലേ, അതുപോലെയുള്ള മാൾസാണ് അവിടെ ചെറിയ ചെറിയ സ്ഥലങ്ങളിലല്ല, ഗ്രാമങ്ങളിൽ പോലും അതാണുള്ളത്. ഇത്രയും വലിയ ജയൻസ് എല്ലാം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള പോലത്തെ ചെറുകിട കച്ചവടക്കാർ ഭാവിയിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരൊക്കെ എന്ത് ചെയ്യും? അതൊരു ക്വസ്റ്റ്യൻ അല്ല. പിന്നെ ഈവൻ US സെയിം തന്നെയാണ്. സാറിന് അറിയാലോ, ഇപ്പോൾ ഒരുപാട് സ്റ്റാർട്ടപ്സ് നമ്മുടെ കേരളത്തിൽ വരുന്നുണ്ട്. അതിന് ഒരുപാട് കാര്യങ്ങൾ ബെനിഫിറ്റ്സ് അവർക്കും കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും ഗവൺമെന്റ് അതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരുപാട് സ്റ്റാർട്ടപ്സ് വരുന്നതിനെ കുറിച്ച് സാറിന്റെ ഒരു അഭിപ്രായം എന്താണ്? സ്റ്റാർട്ടപ്സിന്റെ മെയിൻ ഉദ്ദേശം, മോട്ടീവ് എന്താണെന്ന് വെച്ചാൽ സമൂഹത്തിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ട്, അതിനെ സോൾവ് ചെയ്യണം അല്ലേ? അതായിരിക്കും സ്റ്റാർട്ടപ്പ്. അല്ലാതെ ജസ്റ്റ് മണി മേക്കിംഗ് വേണ്ടിയിട്ടുള്ള ഒരു ടൂൾ മാത്രമായിരിക്കും സ്റ്റാർട്ടപ്പ്. കാരണം ഗവൺമെൻറ് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ സമൂഹത്തിലെ എന്തെങ്കിലും പ്രോബ്ലം സോൾവ് ചെയ്യാൻ അതായിരിക്കണം സ്റ്റാർട്ടപ്പിൻ്റെ മോട്ടീവ്.
പക്ഷേ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്സ് എല്ലാം ഈ ട്യൂഷൻ ആപ്സും കാര്യങ്ങളൊക്കെയാണ്. അതെ അപ്പോൾ പേരൻസ് അവിടെ ഡബിൾ പേ ചെയ്യുമല്ലേ. തീർച്ചയായിട്ടും സ്കൂളിൽ നിന്ന് കിട്ടാത്തതുകൊണ്ടാണല്ലോ പിള്ളേർ ട്യൂഷന് പോകുന്നത്, ട്യൂഷൻ ആപ്സ് ഡൗൺലോഡ് ചെയ്യുന്നതും ആ പേ ചെയ്യുന്നതും. അത് ഡബിൾ പേ അല്ലേ. അതെ. അപ്പോൾ സാറിനോട് ഞാൻ ചോദിക്കട്ടെ, സാറ് ട്യൂഷന് പോയിരുന്നോ ചെറുപ്പകാലഘട്ടങ്ങളിൽ? ഞാൻ പോയിരുന്നു. പോയിരുന്നു. ഞാൻ ഇരിങ്ങാലക്കുട ഡോൺ ബോസ്കോയാണ് പഠിച്ചത്. ഇരിങ്ങാലക്കുടയിലുള്ള ഒരുവിധം എല്ലാ ട്യൂഷൻ സെൻ്ററിലും ഞാൻ പോയിട്ടുണ്ട്. പോയി. ഒന്നുകിൽ ട്യൂഷൻ ടീച്ചർ ഇഷ്ടപ്പെടില്ല, പിന്നെ അവർ പഠിപ്പിക്കുന്ന രീതി ഇഷ്ടപ്പെടില്ല. അത് ആ ഒരു ട്രെൻഡായിരുന്നല്ലോ, എന്തായാലും സ്കൂളിൽ അതെ. പോകണം, അത് കഴിഞ്ഞ് 4 മണിക്ക് ശേഷം അപ്പം ട്യൂഷൻ ട്യൂഷന് പോകണം. നിർബന്ധമായിരുന്നു. അതെ ഞാൻ ആ ട്രെൻഡിന് പിന്നാലെ പോയി. അപ്പോൾ ഇങ്ങനെ ട്യൂഷൻ ഇഷ്ടപ്പെടില്ല, കാരണം ട്യൂഷൻ സെൻറ്റേഴ്സിൽ നിന്നും ഹോംവർക്ക് തരും. അതെ അതും എനിക്ക് ആസ് എ സ്റ്റുഡൻറ്റ് എനിക്കത് ഡബിൾ ബേർഡനാണ്, ഡബിൾ ലോഡാണ്. ഡബിൾ ലോഡാണ്. അതെ അപ്പോൾ ട്യൂഷൻ ക്ലാസ്സിലെ ഹോംവർക്കും ചെയ്യണം. അങ്ങനെ ട്യൂഷൻ ക്ലാസ്സസ് മാറിക്കൊണ്ടിരുന്നു. അല്ലെ കുട്ടികൾക്ക് വേറെയും പ്രശ്നമുണ്ട്. ആ. ടീച്ചേഴ്സ് പറയും ട്യൂഷന് പോകണ്ട, ട്യൂഷൻ പഠിക്കണ്ടെന്ന് പറയും. ട്യൂഷൻ ടീച്ചേഴ്സ് പറയും സ്കൂളിൽ നോക്കണ്ട, ഞങ്ങൾ പഠിച്ചാൽ മതി എന്ന് പറയും. ആ. രണ്ടും കൂടി ആകുമ്പോൾ കുട്ടികൾ ആകെ ടെൻസ്ഡ് ആവും, അതെ. കൺഫ്യൂസ്ഡ് ആവും. അതെ, ശരിയാണ്. അങ്ങനെ ഞാൻ ആകെ ഫെഡപ്പായി. എല്ലാ ട്യൂഷൻ ക്ലാസ്സിലും പോയിട്ട് ഞാൻ ഫെഡപ്പായി. ലാസ്റ്റ് ഞാൻ പള്ളിയിലച്ഛന്മാർ നടത്തുന്ന സ്കൂളാണ് എൻ്റെ. അപ്പോൾ പ്രിൻസിപ്പളായ അച്ഛൻ്റെ അടുത്ത് ഞാൻ പോയി ചോദിച്ചു, അച്ചു ഇരിങ്ങാലക്കുട ഏതാ നല്ല ട്യൂഷൻ സെൻ്റർ ഉള്ളതെന്ന് ചോദിച്ചു. പുള്ളി അപ്പോൾ തന്നെ പറഞ്ഞു, ഇനി തൊട്ട് നീ ട്യൂഷന് പോകണ്ട. ആള് പറഞ്ഞു, ഇനി തൊട്ട് നീ ട്യൂഷന് പോകണ്ട. പ്രശ്നമുണ്ട്. അപ്പം ഞാൻ എന്തെങ്കിലും ചോദിക്കാനുള്ള ഒരു നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പ്രായത്തിലും അവനെ അറിയാൻ പാടില്ലല്ലോ. അല്ല, ചോദിക്കാൻ സ്കൂളിൽ പാടില്ല. ചെന്നിട്ട് ട്യൂഷൻ സെന്ററിനെ കുറിച്ച് ചോദിക്കുന്നതിലുള്ള ബുദ്ധിമുട്ട് നമുക്ക് ആ പ്രായത്തിൽ അറിയില്ലല്ലോ. അദ്ദേഹം പറഞ്ഞു, നീ ഇവിടെ ഫീസ് കൊടുത്തിട്ടാണല്ലോ സ്കൂളിൽ വരുന്നത്, അതെ അപ്പോൾ ഇവിടുത്തെ ടീച്ചർമാർക്ക് പറഞ്ഞു തരാൻ പറ്റാത്ത എന്താണ് നിനക്ക് ട്യൂഷൻ സെൻറ്റേഴ്സിൽ നിന്ന് കിട്ടുന്നത്? അതെ അതെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും സ്കൂളിൽ നിന്ന് ക്ലിയർ ചെയ്ത് പോവുക. 4 മണി വരെ സ്കൂളുണ്ട്, അത്രയൊക്കെ പഠിച്ചാൽ മതി, ട്യൂഷന് പോകണ്ട. ട്യൂഷന് പോകണ്ട. പുള്ളി അന്ന് സർക്കുലർ ഇറക്കി സ്കൂളിൽ ആരും ട്യൂഷന് പോകണ്ട എന്നുള്ളത്. ആ ഒരു ചോദ്യം കൊണ്ട് അവിടെ സർക്കുലർ തന്നെ ഇറക്കിയല്ലോ അതിനെ കുറിച്ച്. അതന്നെ ഇറക്കി. ഇത് തന്നെയാണ്, അതായത് നമ്മൾ ലൈഫിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ 2 പ്രാവശ്യമൊക്കെ ചെയ്യുന്നുണ്ട്, അതെ ഇല്ലേ? ഉണ്ട്. അപ്പോൾ അതുപോലെ ഈ സെയിം എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അത് ഞാൻ ഇവിടെ ജക്സ്റ്റപോസ് ചെയ്യണം, ഇവിടേക്ക് കൊണ്ടുവയ്ക്കുകയാണ്. അതെ. ഇപ്പോൾ ഈ ലോയൽറ്റി ആൻഡ് റിവാർഡ്സിൻ്റെ കാര്യം, കസ്റ്റമർ ശരിക്കും കമ്പൽഡ് ആവുമല്ലേ, അതെ കയ്യിൽ റിവാർഡ് പോയിന്റ്സ് ഇത്രയും കയ്യിലിരിക്കുകയാണ്. ഞാൻ അവരുടെ ഷോപ്പിൽ തന്നെ ചെല്ലണം, ഈ റീറ്റെയിൽ ചെയിൻസിൻ്റെ ബിഗ് റീറ്റെയിൽ ചെയിൻസിൻ്റെ ഷോപ്പിൽ തന്നെ ചെല്ലണം, ഇന്ന ടൈമിനുള്ളിൽ ചെല്ലണം. എനിക്ക് ആവശ്യമില്ലെങ്കിലും വാങ്ങിപ്പോകും. അതെ ആണ്, ശരിയാണ്. ആവശ്യമില്ലെങ്കിലും നമ്മൾ വാങ്ങിപ്പോകും സാധനങ്ങൾ. റിവാർഡ് ആൻഡ് ഓഫേഴ്സ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതങ്ങനെ അതെ, തന്നെയാണ്. അതെ.